പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്നൊരു ചൊല്ലുണ്ട്. പണത്തിനായി എന്തു ചെയ്യാനും ഇന്നത്തെ കാലത്ത് ആളുകൾ തയ്യാറാണ്. ഇന്ന് പണം കൊടുത്താൽ കിട്ടാത്തതായി എന്താണല്ലോ ഉള്ളത്? സമൂഹത്തിൽ നിങ്ങളുടെ നിലയും വിലയും വരെ നിർണ്ണയിക്കുന്ന ഒന്നായി പണം മാറിക്കഴിഞ്ഞു. അല്ലെങ്കിൽ എല്ലാവരും ചേർന്ന് അതിനെ അങ്ങനെ മാറ്റിക്കഴിഞ്ഞു എന്ന് പറയുന്നതാവും നല്ലത്. മനുഷ്യനേക്കാളേറെ മനുഷ്യൻ ഇന്ന് വില കൊടുക്കുന്നത് ഒരു തുണ്ട് പേപ്പറിനാണ്. എന്നാൽ ആ പേപ്പർ കഷ്ണത്തിന് ഇത്രയും വില ലഭിച്ചത് എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇത് കണ്ടുപിടിച്ചത് എപ്പോഴാണ്? ഓരോ കാര്യത്തിനും അതിൻ്റെതായ മൂല്യം നിർണയിച്ച് തനിക്കില്ലാത്ത കാര്യങ്ങൾ വാങ്ങുകയും ഉള്ള കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന ശീലം മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത്? ഇതൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കൂ. അതിനു മുൻപ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. അപ്പോൾ നമ്മൾ പോവുകയല്ലേ പണത്തിന്റെ ചരിത്രത്തിലേക്ക്. വർഷങ്ങൾക്ക് മുന്നേ തന്നെ മനുഷ്യൻ പൈസ ഉപയോഗിക്കുമായിരുന്നു. അന്ന് ബാർട്ടർ സിസ്റ്റം പോലുള്ള മാർഗങ്ങളായിരുന്നെങ്കിൽ ഇന്നത് ഡിജിറ്റൽ കറൻസിയുടെ രൂപത്തിൽ വരെ എത്തി നിൽക്കുന്നു. പൈസ എന്ന കൺസെപ്റ്റ് എവിടെ നിന്നുമാണ് വന്നത് എന്നറിയാൻ ഹിസ്റ്ററിയിലോട്ടൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിന് എത്രത്തോളം ചരിത്രമുണ്ട്. അല്ലെങ്കിലും പലരെയും പല രീതിയിൽ ചരിത്രമാക്കാൻ കഴിയുന്ന വസ്തുവല്ലേ ഈ പൈസയും സമ്പത്തുമൊക്കെ. അതൊരു ഡാർക്ക് ഹ്യൂമർ ആയിരുന്നു. സോറി അബൌട്ട് ദാറ്റ്. എങ്കിലും അതിലെ പൊരുൾ എന്താണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ഗ്രീസ്, ഈജിപ്റ്റ്, റോം തുടങ്ങിയ രാജ്യങ്ങളിൽ പണ്ട് ജീവിച്ചിരുന്നവർ സാധനങ്ങളൊക്കെ വാങ്ങാൻ നമ്മൾ ഇന്ന് അധികം പ്രാധാന്യം കൊടുക്കാത്ത എന്ന് നമുക്ക് തോന്നുന്ന ഉപ്പ്, കന്നുകാലികൾ, പിന്നെ ഇപ്പോഴും വിലയുള്ള സ്വർണം പോലുള്ള വസ്തുക്കൾ ഒക്കെ ഉപയോഗിച്ചതായി തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഉപ്പിനൊക്കെ ഇത്രയും പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ എന്ന് ഒരു നിമിഷമെങ്കിലും നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അന്നത്തെ കാലത്തുള്ളവർ ആഹാര സാധനങ്ങൾ പ്രിസർവ് ചെയ്യാനും സാധനങ്ങൾ ട്രേഡ് ചെയ്യാനും അത് ഉപയോഗിച്ചിരുന്നു. എന്തിനു പറയുന്നു? നമ്മളൊക്കെ ജോലി ചെയ്യുന്നത് മാസാവസാനം ലഭിക്കുന്ന സാലറിക്കല്ല. ഈ സാലറി എന്ന് പറയുന്ന വാക്ക് വന്നത് സലേറിയം എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ്. സാൾട്ട് മണി എന്നാണ് ഇതിന്റെ അർത്ഥം. അതായത് ഈ പറയുന്ന പൈസ എന്ന പരിപാടിയിൽ ഉപ്പിനുണ്ടായിരുന്നത് അത്ര ചെറിയ സ്ഥാനമൊന്നുമല്ല. പിന്നെ ഈ ഉപ്പിന് ചരിത്രത്തിൽ കുറേയിടങ്ങളിൽ വേറെയും പ്രാധാന്യമുണ്ട് കേട്ടോ. കേട്ടിട്ടില്ലേ ഉപ്പ് സത്യാഗ്രഹമൊക്കെ? നമ്മൾക്കിന്ന് നിസ്സാരം എന്ന് തോന്നുന്ന പലതിനും നമ്മൾ അതിന് കൊടുക്കുന്നതിനേക്കാൾ പ്രാധാന്യം ചിലപ്പോൾ കാണും. അതുകൊണ്ട് ഒന്നിനെയും ചെറുതായി കാണിക്കാൻ ശ്രമിക്കരുത്. പണ്ടുള്ളവർ പ്രധാനമായി പണിയെടുത്തിരുന്നത് ഭക്ഷണത്തിന് വേണ്ടിയാകില്ലേ? അപ്പോൾ അവർക്ക് ഉപ്പായിരുന്നിരിക്കാം വിലപ്പെട്ടതായി തോന്നിയിട്ടുണ്ടാകും. ഈ നാൽക്കാലികളുടെ കാര്യം നോക്കുകയാണെങ്കിലും അവയെക്കൊണ്ട് മനുഷ്യന് ഉപയോഗമുണ്ടല്ലോ. പിന്നെയുള്ളത് സ്വർണം. അതിന്റെ വില ഇപ്പോഴും റോക്കറ്റ് പോകുന്ന പോലെയല്ലേ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കാലം മാറുന്നതിനനുസരിച്ച് മനുഷ്യനും മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നമുക്കുള്ള ആവശ്യം അല്ലായിരുന്നല്ലോ 6 വർഷം മുൻപ് നമുക്കുണ്ടായിരുന്നത്. അങ്ങനെ ആവശ്യങ്ങൾ മാറി മാറി വന്നപ്പോൾ ഈ ഉപ്പിനും നാൽക്കാലികൾക്കും ഒന്നും അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാതെയായി. മാത്രമല്ല അന്ന് ഉപയോഗിച്ചിരുന്ന രീതി വളരെയധികം സമയം പാഴാക്കുന്നതായിരുന്നു. എന്തിന് നമ്മുടെ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ പ്രാചീന കാലത്ത് ജീവിക്കുന്ന ഒരാളാണെന്ന് കരുതുക. എൻ്റെ കയ്യിൽ കുറച്ച് ഉപ്പുണ്ട്. എനിക്കിതിന് പകരം വേണ്ടത് കുറച്ച് സ്വർണമായിരുന്നു. നിങ്ങൾ എൻ്റെ സുഹൃത്താണ്. നിങ്ങൾക്കാണെങ്കിൽ കുറച്ച് ഉപ്പ് വേണം. പക്ഷേ എനിക്ക് പകരം നൽകാൻ നിങ്ങളുടെ പക്കലുള്ളതാകട്ടെ ഒരു നാൽക്കാലി. അപ്പോൾ ഇടയിലോട്ട് നമുക്ക് രണ്ടുപേർക്കും പ്രയോജനമുള്ള മൂന്നാമതൊരാൾ കൂടി വരേണ്ടി വരും. അയാളുടെ ആവശ്യം ഒരു നാൽക്കാലിയാകണം. മാത്രമല്ല അയാളുടെ കയ്യിൽ സ്വർണവും വേണം. അങ്ങനെയെങ്കിൽ അയാൾക്ക് എൻ്റെ കയ്യിൽ സ്വർണം തന്ന് എൻ്റെ ഉപ്പ് വാങ്ങി അത് നിങ്ങൾക്ക് നൽകി നിങ്ങളുടെ കയ്യിൽ നിന്നും കന്നുകാലിയുമായി ഹാപ്പി ആയിട്ട് വീട്ടിൽ പോകാമല്ലോ. പക്ഷേ ഇത് കേൾക്കുന്നത് പോലെ തന്നെ അത്ര എളുപ്പമുള്ള പണിയല്ല. ഇതൊരുമാതിരി താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് എന്ന് പറയുന്ന പണ്ടത്തെ ആ ഡയലോഗ് പോലെ ആയിപ്പോയല്ലേ. ഞാനൊരു ഉദാഹരണത്തോടു കൂടി ബാർട്ടർ സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചതാണ്. ഇത് തന്നെ ഇത്രയും പാടാണെങ്കിൽ ആ സിസ്റ്റം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇങ്ങനെ ഇത്രയും പാടുപെടേണ്ടി വന്നപ്പോഴാണ് ഒരു വസ്തുവിനും അതിൻ്റെതായിട്ടുള്ള മൂല്യം നിർണ്ണയിച്ച് അത് വാങ്ങാനും വിൽക്കാനും എല്ലായിടങ്ങളിലും ഒരുപോലെ മൂല്യമുള്ള ഒരു വസ്തു വേണം എന്ന് മനുഷ്യന് തോന്നിയത്. അങ്ങനെ 600 BC ഗ്രീസിൽ വെച്ച് ഇതിനായി കോയിൻ കണ്ടുപിടിച്ചു. ഈ കോയിനുകൾ സ്വർണമോ സിൽവറോ പോലുള്ള വസ്തുക്കൾ കൊണ്ടൊക്കെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഓരോ കോയിനും അതിൻ്റെതായ ഭാരവും മൂല്യവും ഉണ്ടായിരുന്നു. മാത്രമല്ല ഇതുപയോഗിച്ചുള്ള ട്രേഡിംഗ് വളരെ എളുപ്പമായിരുന്നു. ഓരോന്നിനും അതിൻ്റെതായ മൂല്യം കാണും. അതിന് ഈക്വലായ കോയിനുകൾ കൊടുത്ത് നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിയും. മാത്രമല്ല ഇത് കയ്യിൽ കൊണ്ട് നടക്കാൻ എളുപ്പവുമായിരുന്നു. അല്ലെങ്കിലും ആവശ്യങ്ങൾ നിറവേറ്റാൻ കന്നുകാലികളെയും കൊണ്ട് നടന്ന മനുഷ്യന് ഉള്ളം കയ്യിൽ ഒതുങ്ങിയിരിക്കുന്ന തരത്തിലുള്ള കോയിൻ കിട്ടിയാൽ എല്ലാവരും കോയിനല്ലേ തിരഞ്ഞെടുക്കുള്ളൂ. ഈ കോയിനുകളുടെ ഉപയോഗം പിന്നീട് ചെന്നെത്തിയത് പേപ്പർ വെച്ചുള്ള കറൻസികളുടെ ഉപയോഗത്തിലോട്ടാണ്. ഈ പേപ്പർ കറൻസി ആദ്യമായി യൂസ് ചെയ്യുന്നത് ചൈനക്കാരാണെന്നാണ് ചരിത്രം പറയുന്നത്.
ക്വാളിറ്റി കുറഞ്ഞ കാര്യങ്ങൾ ഇറക്കുമെന്ന് പറഞ്ഞ് അധികം മൂല്യം കൊടുക്കാത്ത ചൈനയുടെ ഈ കാര്യത്തിന് മാത്രം ഇന്നും നല്ല മൂല്യമുണ്ട്. 7-ാം നൂറ്റാണ്ടിൽ ചൈനയിലെ ടാങ് ഡൈനാസ്റ്റിയാണ് ആദ്യമായി പേപ്പർ കൊണ്ടുണ്ടാക്കിയ പൈസ ഉപയോഗിച്ച് തുടങ്ങിയത്. മൾബറി എന്ന വൃക്ഷത്തിന്റെ തൊലി ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇതവർ നിർമ്മിച്ചത്. കോയിനുകൾ തുടക്കകാലത്ത് കൊണ്ടുപോകാനൊക്കെ എളുപ്പമായിരുന്നു. കാര്യം കുറച്ച് സ്ഥലം മാത്രം മതിയായിരുന്നു. പക്ഷേ മനുഷ്യന്റെ ആവശ്യങ്ങൾ അങ്ങനെ പെട്ടെന്ന് കുറയുന്നതൊന്നുമല്ലല്ലോ. അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ആവശ്യം കൂടിയപ്പോൾ വസ്തുക്കളുടെ മൂല്യവും കൂടി. അപ്പോൾ സാധനങ്ങൾ വാങ്ങാൻ ആവശ്യമായ കോയിനുകളുടെ എണ്ണവും കൂടി. അപ്പോൾ ഇത്രയും കോയിനുകൾ കൂടെ കൊണ്ടുപോകുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി മാറി. കാരണം ഈ കോയിനുകൾക്ക് അത്രയും വെയിറ്റ് ഉണ്ടായിരുന്നു. അതിന്നും അങ്ങനെ തന്നെയാണ്. വലിയ മാറ്റമൊന്നുമില്ലല്ലോ. 100 രൂപയുടെ ഒരു നോട്ടിനും 1 രൂപയുടെ 100 തുട്ടിനും ഒരേ മൂല്യം തന്നെയല്ലേ ഉള്ളത്. ഇതിൽ നമുക്ക് കൂടെ കൊണ്ടു നടക്കാൻ എളുപ്പം 100 രൂപയുടെ നോട്ട് തന്നെയാണ്. നോട്ടിന്റെ ഉപയോഗം പിന്നീട് ഏകദേശം ഒരു 17-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലും പടർന്നു പിടിച്ചു. അങ്ങനെ അവസാനം 1661 സ്വീഡനിൽ വെച്ചാണ് ആദ്യമായി ബാങ്ക് കറൻസി അച്ചടിക്കുന്നത്. ബാങ്കുകളുടെ ഉപയോഗം എന്താണെന്ന് ഞാൻ ഇനി പ്രത്യേകം പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ഈ പറയുന്ന പൈസയൊക്കെ ഒരു കണക്കുണ്ടാക്കിയെടുക്കാനും കൃത്യമായി അതിന്റെ മൂല്യം നിലനിർത്താനുമൊക്കെ ഈ ബാങ്കുകൾ സഹായിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി സ്വന്തമായി നോട്ടുണ്ടാക്കിയെടുത്താൽ ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന്. അങ്ങനെ നോട്ടുകളൊക്കെ മനുഷ്യൻ ഉപയോഗിച്ച് ശീലിച്ചു വന്നപ്പോഴാണ് 1950-ൽ ക്രെഡിറ്റ് കാർഡുകൾ കണ്ടുപിടിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ 1970-ൽ ഇലക്ട്രോണിക് പേയ്മെന്റുകളും ഉപയോഗിക്കാൻ തുടങ്ങി. ഈ 2 കണ്ടുപിടുത്തങ്ങളും ബിറ്റ്കോയിനും എത്തറിയവും ഒക്കെ പോലെ എൻക്രിപ്ഷൻ ടെക്നോളജി യൂസ് ചെയ്ത് ഫിസിക്കൽ കാശിന്റെ സഹായമില്ലാതെ സെക്യൂറായി ട്രാൻസാക്ഷൻ നടത്താൻ സഹായിക്കുന്ന ഡിജിറ്റൽ കറൻസിയുടെ കണ്ടുപിടുത്തത്തിനും ഉപയോഗത്തിനും കാരണമായി. മനുഷ്യന്റെ ആവശ്യങ്ങൾ പിന്നെയും കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അതിനനുസരിച്ച് പരിഹാരങ്ങളും മാറിക്കൊണ്ട് തന്നെയിരിക്കും. അതുകൊണ്ട് തന്നെ പൈസയുടെ ഭാവി അല്ലെങ്കിൽ ഇനി എങ്ങനെയാണ് പൈസ ഉപയോഗിക്കുന്ന രീതി മാറുക എന്നൊന്നും പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ബ്ലോക്ക് ചെയ്തും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒക്കെ നമ്മൾ പൈസയെക്കുറിച്ച് ചിന്തിക്കുന്ന രീതികൾ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഭൂരിപക്ഷം പേരും നോട്ടുകൾ ഉപയോഗിക്കുന്നതിന് പകരം പേടിഎമ്മും ഗൂഗിൾ പേയും പോലുള്ള കാര്യങ്ങൾ വഴിയല്ലേ ട്രാൻസാക്ഷൻ നടത്തുന്നത്. പൈസ കൊടുത്തതിന് ശേഷം ബാലൻസിന് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ബാക്കിയുള്ള പൈസയ്ക്ക് ചില്ലറ തപ്പേണ്ട ആവശ്യമില്ല. കൃത്യം പൈസ തന്നെ ഒരു വിരൽത്തുമ്പിൽ ലഭിക്കുകയല്ലേ. പൈസ എന്നത് സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനുമുള്ള പ്രോസസ്സ് അല്ലെങ്കിൽ ട്രേഡിംഗ് എളുപ്പമാക്കാനുള്ള ഒരു വസ്തുവാണ്. അതിന് മൂല്യമുണ്ടാക്കുന്നതാകട്ടെ മനുഷ്യരും. മനുഷ്യന് അതിന് മൂല്യം നൽകുന്നില്ല എങ്കിൽ വെറുമൊരു നോട്ടുകെട്ടുകളായി മാത്രമേ ഇത് അവശേഷിക്കുകയുള്ളൂ. നമ്മളെല്ലാവരും കണ്ടതില്ലേ, ഇന്ത്യയിൽ 1000-ന്റെയും 500-ന്റെയും നോട്ടുകെട്ടുകൾ നിരോധിച്ചപ്പോൾ അത്രയും നാൾ അതിനെ ദൈവത്തിനെ പോലെ കണ്ടിരുന്നവർ പിന്നീട് അതിനൊരു ടിഷ്യൂ പേപ്പറിന്റെ വില പോലും കൊടുക്കാതെ വലിച്ചെറിഞ്ഞത്. മിക്ക രാജ്യങ്ങളും ഉപയോഗിക്കുന്നത് അവരുടേതായ ബാങ്കുകളിൽ നിന്നും പുറത്തിറങ്ങുന്ന പൈസയാണ്. ഇതിൽ അതാത് രാജ്യങ്ങളുടെ ഗവൺമെന്റിന്റെ പങ്കുമുണ്ട്. ബാങ്കുകൾ തന്നെയാണ് ഓരോരുത്തരുടെയും അക്കൗണ്ടുകളും പരിശോധിച്ച് കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. പണം ആവശ്യമുള്ളവർക്ക് ലോണായി പൈസ കൊടുത്ത് സഹായിക്കാനും എങ്ങനെയുള്ള ബാങ്കുകൾ ഉപയോഗപ്പെടും. ബാങ്കുകളിൽ കണക്ക് കാണിക്കാത്ത പൈസ കൈവശം വയ്ക്കുന്നതും തെറ്റ് തന്നെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് സ്വയം നോട്ടുകൾ അച്ചടിക്കാൻ കഴിയില്ല. മാത്രമല്ല കണക്ക് കാണിക്കാതെയുള്ള കച്ചവടങ്ങളിൽ ഉൾപ്പെടുന്ന പൈസയും കള്ളപ്പണമായി തന്നെ രേഖപ്പെടുത്തും. കാരണം ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും നിലനിൽക്കണം എങ്കിൽ പണം ആവശ്യമാണ്. ഇതുപോലെ തന്നെയാണ് ഗവൺമെന്റും ബാങ്കും ഒക്കെ. അവരുടെ പ്രവർത്തനത്തിനും പൈസ ആവശ്യമാണ്. നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷനുകളിൽ നിന്നും ടാക്സുകളിൽ നിന്നുമൊക്കെയാണ് ഇവർക്ക് വേണ്ട പൈസ ലഭിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ തട്ടിപ്പ് കാണിച്ചാൽ അവർക്കല്ലേ നഷ്ടം. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഒരു കുറ്റമായി കണക്കാക്കുന്നത്. പിന്നെ ഇതിൽ അവർക്ക് മാത്രമല്ല നമുക്കും ഗുണങ്ങളുണ്ട്. ഈ കണക്കുകളൊന്നുമില്ലെങ്കിൽ സമൂഹത്തിൽ മാന്യമായ തൊഴിലെടുത്ത് നേർവഴിക്ക് ജീവിക്കുന്നവർ എന്നും ദാരിദ്ര്യത്തിൽ തന്നെ കഴിയേണ്ടി വരും. ഇത്രയും നിയമങ്ങളും കണക്കുകളും ഒക്കെ ഉള്ളപ്പോൾ തന്നെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ ഇതൊന്നുമില്ലെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുകയെ. പൈസയുടെ മൂല്യം നിലനിർത്താനും ഈ സിസ്റ്റം ഗുണകരമാണ്. കാരണം എല്ലാവരുടെ കയ്യിലും ഒരുപോലെ പൈസ ഉണ്ടെങ്കിൽ ആർക്കും ഇതിന്റെ ആവശ്യം വരില്ല. അപ്പോൾ ഇതിന്റെ മൂല്യവും ഇടിയും. എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്താൽ മാത്രമേ പൈസ സമ്പാദിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ ഫ്രീ ആയി കിട്ടുന്ന ഒന്നാണതെങ്കിൽ അതിന് ഇത്രയും മൂല്യം വരില്ലല്ലോ. നമ്മുടെ സ്കില്ലിനും ആ മേഖലയിൽ നമുക്കുള്ള എക്സ്പീരിയൻസിനും ആ ജോലിക്കുള്ള ഡിമാൻഡുമൊക്കെ അനുസരിച്ചാകും ഒരു ജോലിക്കുള്ള വേതനം നിശ്ചയിക്കുക. ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുമ്പോൾ അതിനുള്ള പ്രതിഫലമായി സാലറിയുടെ രീതിയിലാകും നമുക്ക് പൈസ ലഭിക്കുക. ഈ പൈസ ഉപയോഗിച്ച് വേണം നമ്മൾ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ. ഇങ്ങനെ നമ്മുടെ ഓരോ ആവശ്യങ്ങളും പൈസ കൊടുത്ത് നേടുമ്പോൾ ആ പൈസ മറ്റുള്ളവർക്ക് അവരുടെ വേതനമായി ലഭിക്കുകയാണ്. അവർ ഇത് അവരുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കും. അങ്ങനെ
പൈസ എന്നത് ഒരു കയ്യിൽ നിന്നും മറ്റൊന്നിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അടുത്തുള്ള മനുഷ്യൻ പോലും മൂല്യം കൊടുക്കാത്ത ആളുകളാണ് മനുഷ്യനെ തന്നെ ഉണ്ടാക്കിയെടുത്ത പൈസയ്ക്ക് മൂല്യം കൊടുക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ സങ്കടം തോന്നും. ഞാൻ ഈ പറഞ്ഞത് എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ. എങ്കിലും ഇന്ന് ഭൂരിപക്ഷം ആളുകളും മനുഷ്യനേക്കാളേറെ സ്നേഹിക്കുന്നത് അവൻ്റെ കയ്യിലുള്ള പണത്തെയാണ്. ബന്ധുക്കളാകട്ടെ സുഹൃത്തുക്കളാകട്ടെ എല്ലാത്തിനും അടിസ്ഥാനം പൈസയാണ് എന്നൊരു കോൺസെപ്റ്റിലേക്കാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. യാതൊരു ജോലിയും ഇല്ലാതെ കയ്യിൽ 5 പൈസയും ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെന്ന് കരുതുക. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എത്ര പേർ നിങ്ങളോടൊപ്പം കാണുമെന്ന്? ചിലപ്പോൾ കുറച്ച് പേരെങ്കിലും കാണുമെന്നാകും നിങ്ങളുടെ വിശ്വാസം. എങ്കിൽ ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ, എത്ര നാൾ അവർ നിങ്ങളോടൊപ്പം കാണും? പഠിക്കുന്ന സമയത്ത് പാൽക്കുപ്പിയായും പഠിപ്പിയായും കണ്ട് നിങ്ങൾ പരിഹസിച്ചവരെല്ലാം ഓർത്തു വെച്ചുകൊള്ളുക. കാരണം ഭാവിയിൽ ചിലപ്പോൾ അവർ നിങ്ങളെക്കാൾ മുകളിലായിരിക്കും. എന്ന് കരുതി പുസ്തകത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് മറ്റൊരു ആക്ടിവിറ്റിയും ഇല്ലാതെ ഇരിക്കണം എന്നല്ല പറയുന്നത്. എല്ലാം വേണം. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും എൻജോയ് ചെയ്യണം. ഓരോ ഘട്ടങ്ങളും ഇന്നത്തെ നിങ്ങളുടെ പ്രവൃത്തികളാകും നാളത്തെ നിങ്ങളുടെ പ്രതിഫലത്തെ നിർണ്ണയിക്കുന്നത്. പൈസ ഒരു തുണ്ട് പേപ്പർ മാത്രമാണ്. അതിന് മൂല്യം കൊടുക്കുന്നത് മനുഷ്യൻ. അതുപോലെ മറ്റുള്ളവർ നിങ്ങൾക്ക് മൂല്യം നൽകണമെങ്കിൽ പൈസയേക്കാളേറെ നിങ്ങളുടെ സ്വഭാവവും നല്ലതാകണം. പൈസയാണ് എല്ലാം എന്നുള്ളൊരു ചിന്താഗതി ആകരുത് നമുക്ക് വേണ്ടത്. ഈ ലോകത്തുള്ള എല്ലാത്തിനുമൊപ്പം പൈസയും ആവശ്യമായ ഒന്നാണ് എന്നായിരിക്കണം ചിന്തിക്കേണ്ടത്. എത്ര ചെറിയ ജോലിയുമാകട്ടെ അത് സന്തോഷത്തോടെ ചെയ്യാനുള്ള മനസ്സ് വേണം. അതിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ജോലിയിലേക്ക് എത്താനുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ അത് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസായി കാണിക്കാനും സ്വന്തം ചെലവിനുള്ള പൈസ കണ്ടെത്താനും പറ്റും. പാർട്ട് ടൈം ജോലികളോ ഫ്രീലാൻസിങ്ങോ ഒക്കെ ട്രൈ ചെയ്യാവുന്ന പരിപാടികളാണ്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യാനും മറക്കില്ലേ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടൂ. മറ്റൊരു വീഡിയോയിൽ ഇനിയും കാണാം. നന്ദി.